ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു കുഞ്ഞീസ് ക്ലാസ്. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് CBSE ക്ലാസ് 7 മലയാളം ചാപ്റ്റർ 8 കുമാരുവിൻ്റെ ബാല്യമാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് എല്ലാവർക്കും നന്നായി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പാഠത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയും വേണം. ഓക്കെ, താങ്ക് യു. ആശാൻ്റെ ജന്മദേശം തിരുവനന്തപുരം ജില്ലയിലെ ചിറയിൻകീഴ് താലൂക്കിലുള്ള കായിക്കര എന്ന സ്ഥലമാണ്. അഞ്ചുതെങ്ങ് കായലിനും കടലിനും മധ്യേയുള്ള ഈ സ്ഥലം തെങ്ങിൻ തോട്ടങ്ങൾക്ക് പ്രസിദ്ധമായ ഒരു മണൽ പ്രദേശമാണ്. ആശാൻ ജനിച്ച വീട് കടലിന് അഭിമുഖമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ആ സ്ഥലം കണ്ടപ്പോൾ എന്നിലുണ്ടായ ആദ്യത്തെ ചിന്ത, കടലിൻ്റെ ഈ പൂമുഖത്ത് തന്നെ 10-20 കൊല്ലം ജീവിച്ചിട്ടും അതിനെക്കുറിച്ച് ഒരു കവിത പോലും ആശാൻ എഴുതിയില്ലല്ലോ എന്നതാണ്. അഥവാ ജീവിതസാഗരത്തിൻ്റെ ഗംഭീരമായ മുഴക്കം ആശാൻ്റെ അന്തർലോകത്തിൽ എന്നും അലച്ചുകൊണ്ടിരുന്നല്ലോ. അതിൻ്റെ പ്രതിധ്വനി ആശാൻ്റെ കൃതികളിൽ നിന്നും കേൾക്കപ്പെടുകയും ചെയ്യുന്നുണ്ടല്ലോ. ആശാൻ്റെ ജന്മദേശം തിരുവനന്തപുരം ജില്ലയിലെ ചിറയിൻകീഴ് താലൂക്കിലുള്ള കായിക്കര എന്ന സ്ഥലമാണ്. അപ്പോൾ ആശാൻ്റെ ബയോഗ്രഫി ചോദിക്കുക, അതായത് ജീവചരിത്രം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം ആശാൻ്റെ അച്ഛൻ്റെ പേരൊക്കെ പഠിച്ചതാണ് നമ്മളല്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ അതെടുത്തത്. അപ്പോൾ ഇനി ആശാൻ്റെ ജന്മദേശം അതെല്ലാം കൂടെ ചേർത്തിട്ടാണല്ലോ നമ്മൾ ജീവചരിത്രം എഴുതുന്നത് അല്ലേ. അപ്പോൾ ആശാൻ്റെ ജന്മദേശം ഏതായിരുന്നു? തിരുവനന്തപുരം ജില്ലയിലെ ചിറയിൻകീഴ് താലൂക്കിലുള്ള കായിക്കര എന്ന സ്ഥലമാണ്. അഞ്ചുതെങ്ങ് കായലിനും കടലിനും മധ്യേയുള്ള ഈ സ്ഥലം തെങ്ങിൻ തോട്ടങ്ങൾക്ക് പ്രസിദ്ധമായ ഒരു മണൽ പ്രദേശമാണ്. അഞ്ചുതെങ്ങ് കായലിനും കടലിനും മധ്യേയാണ് ഈ സ്ഥലം കിടക്കുന്നത്. ഈ കായിക്കര എന്ന് പറയുന്ന സ്ഥലം കിടക്കുന്നത്. ആ സ്ഥലം തെങ്ങിൻ തോട്ടങ്ങൾക്ക് പ്രസിദ്ധമാണ്. തെങ്ങിൻ തോട്ടമാണ് അവിടെ കൂടുതലായിട്ടുള്ളത്. ആ സ്ഥലം കണ്ടപ്പോൾ ആശാൻ ജനിച്ച വീട് കടലിന് അഭിമുഖമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അത് മിക്കവാറും വീടുകളും കടലിൻ്റെ തീരത്തുള്ള മിക്കവാറും വീടുകളും കടലിന് അഭിമുഖമായിട്ടായിരിക്കും ഇരിക്കുന്നത്. അതായത് കടൽക്കാറ്റും വരാനും വീടിനകം തണുപ്പുണ്ടാകാനും ഒക്കെ വേണ്ടിയിട്ടാണ് കടലിന് അഭിമുഖമായിട്ട് വീട് പണിയുന്നത് അല്ലേ. അപ്പം കടലിന് അഭിമുഖമായിട്ട് തന്നെയാണ് ആശാൻ്റെ വീട് നിലനിന്നിരുന്നത്. ആ സ്ഥലം കണ്ടപ്പോൾ എന്നിലുണ്ടായ ആദ്യത്തെ ചിന്ത, കടലിൻ്റെ ഈ പൂമുഖത്ത് തന്നെ 10-20 കൊല്ലം ജീവിച്ചിട്ടും അതിനെക്കുറിച്ച് ഒരു കവിത പോലും ആശാൻ എഴുതിയില്ലല്ലോ എന്നതാണ്. അതായത് ഈ നമ്മുടെ കഥാകൃത്താര അല്ലെങ്കിൽ ഈ പാഠം എഴുതിയതാരാണ്? കെ സുരേന്ദ്രനാണ്. കെ സുരേന്ദ്രന് ഒരു അതിശയമായി തോന്നിയ കാര്യമാണ് ഇവിടെ പറയുന്നത്. 20 കൊല്ലത്തോളം ഈ കടലിന് അഭിമുഖമായിട്ടിരിക്കുന്ന ഈ വീട്ടിൽ കടലിനെ നോക്കിയിരുന്ന് അതിൻ്റെ പൂമുഖത്തിങ്ങനെ, പൂമുഖം എന്ന് പറയുന്നത് എന്താണ്? വരാന്ത, തിണ്ണ അല്ലേ. ആ തിണ്ണയിൽ ഇങ്ങനെ കടലിന് അഭിമുഖമായിട്ട് ഇരുന്നിട്ട് പോലും ഒരു 20 കൊല്ലത്തോളം അവിടെ തന്നെ താമസിച്ചിട്ട് പോലും ഒരു കവിത പോലും അദ്ദേഹം കടലിനെക്കുറിച്ച്, കടലിനെക്കുറിച്ച് ഇഷ്ടംപോലെ കവിതകൾ ഓരോ കവികൾ എഴുതിയിട്ടുണ്ട് അല്ലേ. പക്ഷെങ്കിൽ ഈ കടലിന് അഭിമുഖമായി ജീവിച്ചിരുന്നിട്ട് കൂടി കടലിനെക്കുറിച്ച് ഒരു കവിത പോലും ആശാൻ എഴുതിയില്ലല്ലോ എന്നതോർത്ത് എനിക്ക് അതിശയം തോന്നിയെന്നാണ് ശ്രീ കെ സുരേന്ദ്രൻ ഇവിടെ പറയുന്നത്. ഓക്കെ, അഥവാ ജീവിതസാഗരത്തിൻ്റെ ഗംഭീരമായ മുഴക്കം ആശാൻ്റെ അന്തർലോകത്തിൽ എന്നും അലച്ചുകൊണ്ടിരുന്നല്ലോ. കടലിനെക്കുറിച്ച് എഴുതിയില്ലെങ്കിലും കടൽ പോലെ ഒഴുകുന്ന ജീവിതത്തെക്കുറിച്ച്, അല്ലെങ്കിൽ കടൽ പോലെ ആഴവും പരപ്പും ഉള്ള ജീവിതത്തെക്കുറിച്ചായിരുന്നു ആശാന് കുറിച്ചിരുന്നത്. ഒരുപക്ഷെ ഈ കടലിനെ ജീവിതത്തോട് ഉപമിച്ചിട്ടായിരിക്കും ഒരുപക്ഷെ ആശാന് കൃതികൾ രചിച്ചത് അല്ലേ. അതുകൊണ്ടായിരിക്കും കടലിനെക്കുറിച്ച് പ്രതിധ്വനിപ്പിക്കാതെ അല്ലെങ്കിൽ കടലിനെക്കുറിച്ച് വർണ്ണിക്കാതെ അത് മുഴുവൻ ജീവിതവുമായി ബന്ധപ്പെടുത്തി ആശാൻ്റെ കൃതികളിൽ നിറഞ്ഞു നിന്നിരുന്നത്. അതിൻ്റെ പ്രതിധ്വനി ആശാൻ്റെ കൃതികളിൽ നിന്നും കേൾക്കപ്പെടുകയും ചെയ്യുന്നുണ്ടല്ലോ. പ്രതിധ്വനി എന്ന് പറഞ്ഞാൽ മാറ്റൊലി അല്ലെങ്കിൽ മുഴക്കം. അപ്പോൾ ആശാൻ്റെ കൃതികളിൽ ഈ കടൽ പോലെ തന്നെ ആഴവും പരപ്പും ഉള്ള ജീവിതത്തെക്കുറിച്ചാണ് ആശാൻ്റെ കൃതികളിലൊക്കെ വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കടലിൻ്റെ പ്രതിധ്വനി ആശാൻ്റെ കൃതികളിൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. കുമാരനാശാൻ അല്ല, കുമാരു 7ാമത്തെ വയസ്സിൽ അടുത്തുള്ള ഒരു നാട്ടുപള്ളിക്കൂടത്തിൽ പഴയ സമ്പ്രദായത്തിലുള്ള വിദ്യാഭ്യാസം ആരംഭിച്ചു. എഴുത്തും കണക്കും ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ പഠിച്ചു. അതുകൊണ്ട് അടുത്ത കൊല്ലം തന്നെ സംസ്കൃതം പഠിക്കുന്നതിനായി ഉടയാൻകുഴി കൊച്ചുരാമൻ വൈദ്യൻ എന്ന പ്രസിദ്ധ സംസ്കൃത പണ്ഡിതൻ്റെ അടുക്കൽ പോയി. അമരകോശം, സിദ്ധരൂപം മുതലായ
പാഠങ്ങളും ശ്രീരാമദന്തം, ശ്രീകൃഷ്ണവിലാസം മുതലായ ലഘുകാവ്യങ്ങളും അദ്ദേഹത്തിൻ്റെ അടുക്കൽ നിന്നാണ് പഠിച്ചത്. അതിനിടയ്ക്ക് ഈ വൈദ്യൻ ചികിത്സാധിക്യം മൂലം അധ്യാപക വൃത്തി നിർത്തിക്കളയുകയാൽ 10-11 വയസ്സായ ആ കുട്ടിക്ക് 1 വർഷത്തിലധികം വീട്ടിൽ വെറുതെ നിൽക്കേണ്ടി വന്നു. കുമാരനാശാൻ, നമ്മൾ പറയുന്ന കുമാരനാശാൻ എന്നാണ് പറയുന്നത് അല്ലേ? കൃതികളിലൊക്കെ അദ്ദേഹത്തിന് അറിയപ്പെടുന്നത് കുമാരനാശാൻ എന്നാണ്. കുമാരനാശാൻ എന്ന് അത് പിന്നീട് വന്ന പേരാണ്, ആശാൻ എന്ന് ചേർത്തത്. കുമാരു എന്നായിരുന്നു ചെറുപ്പത്തിലെ അദ്ദേഹത്തിൻ്റെ പേര് അല്ലേ? കുമാരു 7ാമത്തെ വയസ്സിൽ അടുത്തുള്ള ഒരു നാട്ടുപള്ളിക്കൂടത്തിൽ പഴയ സമ്പ്രദായത്തിലുള്ള വിദ്യാഭ്യാസം ആരംഭിച്ചു. നിങ്ങൾക്ക് അതിശയം തോന്നുന്നുണ്ടാകും, 7ാമത്തെ വയസ്സിലാണോ ആദ്യമായിട്ട് സ്കൂളിൽ പഠിക്കാൻ പോകുന്നതെന്ന് അല്ലേ? അക്കാലത്തൊക്കെ അങ്ങനെയായിരുന്നു. 7, 10 ഇഷ്ടമുള്ള പ്രായത്തിലായിരുന്നു കൊണ്ട് സ്കൂളിൽ ചേർക്കുന്നത്. അതിന് ഒരു നിബന്ധനയൊന്നുമില്ല, ഇത്ര വയസ്സിൽ ചേർക്കണം, ഇത്ര വയസ്സിൽ തന്നെ പ്രാരംഭ വിദ്യാഭ്യാസം പൂർത്തിയാക്കണം, അങ്ങനെയൊന്നും യാതൊരു നിബന്ധനകളും അക്കാലത്ത് ഉണ്ടായിരുന്നില്ല. പഴയ കാലമല്ലേ. എഴുത്തും കണക്കും ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ പഠിച്ചു. എഴുത്തെന്ന് പറയുന്നത് എഴുതാനും വായിക്കാനും പഠിക്കുക, അല്ലാണ്ട് പുസ്തകം മുഴുവൻ പഠിച്ചൊന്നും ആ കാലത്ത് പുസ്തകങ്ങളൊന്നുമില്ല. ആശാൻ പറഞ്ഞു കൊടുക്കുന്നത്, അന്ന് ആശാന്മാരാണ് കൂടുതലായിട്ടും വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കുന്നത് ചെറിയ കുട്ടികളെ. അപ്പോൾ ആശാൻ പറഞ്ഞു കൊടുക്കുന്നത് എന്തോ അതൊക്കെ പഠിക്കുകയും എഴുത്തോലയിൽ എഴുതി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അതുപോലെ കണക്ക് പഠിക്കുക എന്ന് പറഞ്ഞാൽ കണക്ക് നിങ്ങളെപ്പോലെ ഇപ്പോൾ കണക്കിൻ്റെ എല്ലാം പഠിച്ചു എന്നല്ല, അല്ലെങ്കിൽ 7ാം ക്ലാസ് വരെയുള്ള നിങ്ങൾ പഠിച്ച അത്രയും കാര്യങ്ങൾ പഠിച്ചു എന്നല്ല. കുറച്ച് കാര്യങ്ങൾ, അതായത് കണക്ക് അതിൻ്റെ ഗുണനം, ഹരണം, അതുപോലെ തന്നെ കൂട്ടാനും കുറയ്ക്കാനും, ഇതൊക്കെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ, ബേസിക്കായിട്ട് വേണ്ടിയ കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിക്കുക. അങ്ങനെ എഴുത്തും കണക്കും ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ, കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഈ എഴുതാനും വായിക്കാനും അതുപോലെ കണക്ക് കൂട്ടാനും കുറയ്ക്കാനും എല്ലാം പഠിച്ചു. അതുകൊണ്ട് അടുത്ത കൊല്ലം തന്നെ സംസ്കൃതം പഠിക്കുന്നതിനായി, പിന്നീടുള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സംസ്കൃതത്തിൽ പാണ്ഡിത്യം നേടുക എന്നുള്ളതായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ പിതാവും സംസ്കൃത പണ്ഡിതനായിരുന്നത് കൊണ്ട് പുത്രനെ ആ വഴിയെ തന്നെ അദ്ദേഹം തിരിച്ചു വിട്ടു. അങ്ങനെ പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സംസ്കൃതത്തിൽ പാണ്ഡിത്യം നേടുന്നതിനായിട്ട് ഉടയാൻകുഴി കൊച്ചുരാമൻ വൈദ്യൻ എന്ന പ്രസിദ്ധ സംസ്കൃത പണ്ഡിതൻ്റെ അടുക്കൽ പോയി. അങ്ങനെ അദ്ദേഹത്തെ പിന്നീട് സംസ്കൃത പഠനത്തിനായി ഉടയാൻകുഴി കൊച്ചുരാമൻ വൈദ്യൻ എന്ന അധ്യാപകൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. അമരകോശം, സിദ്ധരൂപം മുതലായ പ്രാരംഭ പാഠങ്ങളും ശ്രീരാമോദന്തം, ശ്രീകൃഷ്ണവിലാസം മുതലായ ലഘുകാവ്യങ്ങളും അദ്ദേഹത്തിൻ്റെ അടുക്കൽ നിന്നാണ് പഠിച്ചത്. സംസ്കൃതത്തിൽ വേണ്ട പ്രാരംഭ പാഠങ്ങളായിരുന്നു ഇതൊക്കെ. അമരകോശം, സിദ്ധരൂപം, അതുപോലെ തന്നെ ശ്രീരാമോദന്തം, ശ്രീകൃഷ്ണവിലാസം, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ അടുക്കൽ നിന്ന് അദ്ദേഹം പഠിച്ചെടുത്തു. അതിനിടയ്ക്ക് ഈ വൈദ്യൻ ചികിത്സാധിക്യം മൂലം അധ്യാപക വൃത്തി നിർത്തിക്കളയുകയാൽ 10-11 വയസ്സായ ആ കുട്ടിക്ക് 1 വർഷത്തിലധികം വീട്ടിൽ വെറുതെ നിൽക്കേണ്ടി വന്നു. അതായത് കൊച്ചുരാമൻ വൈദ്യൻ്റെ അടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് വയ്യാതെ വരികയും അദ്ദേഹത്തിൻ്റെ പഠനം മുടങ്ങുകയും ചെയ്തു. അങ്ങനെ 1 വർഷക്കാലത്തോളം നമ്മുടെ കുമാരു വെറുതെ വീട്ടിൽ നിൽക്കേണ്ടതായി വന്നു. ഇന്നത്തെ ഭാഗം എല്ലാവർക്കും നന്നായി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പാഠം എല്ലാവരും നല്ലതുപോലെ വായിച്ച് നോക്കണം. അതുപോലെ തന്നെ ഇതിനകത്ത് നല്ല കുറച്ച് കട്ടിയുള്ള വാക്കുകൾ എന്ന് പറയും, അതുപോലെ ഇച്ചിരി കടുപ്പമുള്ള വാക്കുകളുണ്ട്. അതൊക്കെ നിങ്ങളെ എഴുതി പഠിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല പദപരിചയം ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ തെറ്റില്ലാതെ എഴുതാനായിട്ടും പറ്റുകയുള്ളൂ. അപ്പോൾ ഈ സംഗീതശാസ്ത്രജ്ഞൻ, അങ്ങനെ കുറേ സാമാന്യ പരിജ്ഞാനം, അങ്ങനെ കുറച്ച് ടഫായിട്ടുള്ള വാക്കുകളുണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് എഴുതി നോക്കുക. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ വീണ്ടും എഴുതി നോക്കുക. എങ്കിൽ മാത്രമേ പദപരിചയം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്തു നോക്കുക. ഓക്കെ, താങ്ക് യു.